സാമൂഹികമായി ഈ രണ്ട് സംസ്കാരങ്ങളിലും അടിമത്തമുണ്ടായിരുന്നു. അത് മനുഷ്യരുമായുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഒരു തലമാണ്. എന്നാൽ ദൈവശാസ്ത്രപരമായി ചിന്തിച്ചാൽ ഇസ്ലാമിൽ വിശ്വാസികൾ ദൈവത്തിൻ്റെ അടിമകളാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ദൈവം പിതാവാണ്. അതിനാൽ ക്രിസ്തീയ വിശ്വാസികൾക്ക് ദൈവമക്കൾ എന്ന പദവിയും ദൈവത്തിൻ്റെ അവകാശികളാകാനുള്ള അധികാരവും ലഭിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് ദൈവത്തിൻ്റെ വചനം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ബൈബിൾ പ്രകാരം ചിന്തിക്കുമ്പോൾ ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ് എന്നാണ് വചനം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിലുള്ള ആ ഒരു സ്വാതന്ത്ര്യം, ദൈവമക്കൾ എന്നുള്ള ആ ഒരു പദവി, അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തീയ വിശ്വാസി ദൈവത്തിൻ്റെ ഒരു മകനാണ്, സന്തതിയാണ് എന്നുള്ള അത്യുന്നതമായൊരു പദവിയാണ്. എന്നാൽ ഇസ്ലാമിൽ അത് ദൈവത്തിൻ്റെ അടിമ എന്നുള്ള ഒരു നിലവാരത്തിലേ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ രണ്ട് മതസംഹിതകളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമാണത്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു തന്നെയാണ് സത്യവും. സത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് വെളിപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ യേശുവിനെ അറിയുന്നവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കൾ എന്ന പദവി യേശുവിലൂടെ ലഭിക്കുന്നു. അതാണ് ബൈബിളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സാധ്യത. അങ്ങനെ ക്രൈസ്തവ വിശ്വാസത്തിൽ നാം എല്ലാവിധമായ അടിമത്തങ്ങളിൽ നിന്നും ഉടനടി തന്നെ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉടനടി തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും അടിമയായിരിക്കേണ്ടവനല്ല മനുഷ്യൻ എന്നുള്ളതാണ് സത്യം. അവൻ സ്വതന്ത്രനാണ്. അവൻ ദൈവത്തിൽ, ഏറ്റവും വലിയവനായ ദൈവത്തിൻ്റെ ഒരു പൈതലായി, സന്തതിയായി, അഭിമാനത്തോടെ, ബോധ്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. ദൈവം അവൻ്റെ പിതാവാണ്. ആ പിതാവിൻ്റെ സ്വാതന്ത്ര്യം, ആ പിതാവിൻ്റെ സമ്പത്തിൽ ഉള്ള അവകാശം അവന് ലഭിക്കും എന്നുള്ള ഒരു ബോധ്യമാണ്, ആ ഒരു പ്രത്യാശയാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി, താൻ ആരാണ് എന്ന് കണ്ടെത്തുന്നത് ക്രിസ്തുവിലാണ്. ദൈവ മക്കൾ എന്ന പദവിയിലാണ്. ആ പദവിയിൽ നിന്ന് ലഭിക്കുന്നത് നിത്യതയിൽ അനന്തമായ ദൈവിക അവകാശത്തിൻ്റെ, ദൈവത്തിൻ്റെ അവകാശത്തിൻ്റെ ആ സാധ്യതകളാണ്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നിത്യതയിൽ അവകാശമായി ഒരുക്കിയിരിക്കുന്നത് ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ പോലും കഴിയുന്നതല്ല എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്.